ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സയൻസാം. അപ്പോൾ സയൻസാമിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലൊരു എയർ പമ്പാണ്. അപ്പോൾ ഈ എയർ പമ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ എയർ പമ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഹാൻഡ് സാനിറ്റൈസർ ബോട്ടിലിൻ്റെ പാർട്സ് ആണ് കേട്ടോ. ഇതുപോലെ കുറച്ച് വാൽവും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തേക്കുന്നത് ഒരു ഹാൻഡ് സാനിറ്റൈസറിൻ്റെ ബോട്ടിലിൽ നിന്നാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇതുപോലുള്ള ബലൂണുകൾ സിമ്പിളായിട്ട് വീർപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ട്വിസ്റ്റിംഗ് ബലൂൺസ് വീർപ്പിക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ട്വിസ്റ്റിംഗ് ബലൂൺസ് സാധാരണ നമ്മൾ വാവുകൊണ്ട് അങ്ങ് ഊതി വീർപ്പിച്ചാൽ പെട്ടെന്ന് നീർക്കില്ല. അതിന് നമുക്ക് ഇതുപോലെ പമ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഈ ഒരു ബലൂണ് ഇതിൽ കണക്ട് ചെയ്തൊന്ന് വീർപ്പിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഒരു ബലൂൺ എടുത്തിട്ട് ഇതായി ഇങ്ങനെ കയറ്റി ഇടുക. എന്നിട്ട് കണ്ടല്ലേ, നമുക്കിങ്ങനെ എളുപ്പത്തിൽ വീർപ്പിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഇതുപോലൊരു പമ്പ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ബോട്ടിലായിരിക്കും നമ്മുടെ എയർ പമ്പായിട്ട് മാറ്റാൻ പോകുന്നത്. അപ്പോൾ ഈ ബോട്ടിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഫുൾ ബോട്ടിലല്ല, ഇതിൻ്റെ ഈ ഒരു മെക്കാനിസം മാത്രമേ ഉള്ളൂ, നമ്മുടെ ഈ ഹാൻഡ് സാനിറ്റൈസർ പുറത്തോട്ട് പമ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെക്കാനിസം. അപ്പോൾ ഇതിനുള്ളിൽ എന്ത് സാധനം എന്ന് ചോദിച്ചാൽ ഇതുപോലത്തെ ഒരു ചെക്ക് വാൽവാണ്. ഇതിൻ്റെ ഒരു സൈഡിലോട്ട് മാത്രമേ ഇപ്പോൾ എന്താണോ ലിക്വിഡ്, ഇപ്പോൾ എയർ ആണ് എയർ, ഇപ്പോൾ ഈ ഹാൻഡ് സാനിറ്റൈസർ ആണ് ഈ ഹാൻഡ് സാനിറ്റൈസർ ഒരു സൈഡിലോട്ട് മാത്രമേ പോവുള്ളൂ, തിരിച്ച് ഇപ്പുറത്തെ സൈഡിലോട്ട് പോവില്ല. അപ്പോൾ അതൊന്ന് കാണിക്കാനായിട്ട്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ചെറിയൊരു ബലൂൺ ഇതിലോട്ട് കണക്ട് ചെയ്ത് നമുക്കൊന്ന് ഊതി വീർപ്പിക്കാം. അപ്പോൾ ചെറിയൊരു ബലൂൺ എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഈ ബലൂൺ ഇങ്ങനെ കയറ്റിയിടുന്നു. നമുക്കൊന്ന് ഊതി വീർപ്പിക്കാം. കണ്ടല്ലേ, അപ്പോൾ നമ്മളിത് കൈ വിട്ടാലും ഇപ്പുറത്തെ സൈഡിലോട്ട് കാറ്റ് തിരിച്ച് ചാടിപ്പോകില്ല. അത് ഈ ഒരു വാൽവ് അതിനെ ബ്ലോക്ക് ചെയ്ത് പിടിച്ചേക്കുവാണ്. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് ഈ ഒരു വാൽവ് വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഈ ഒരു എയർ പമ്പ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ 2 വാൽവിൻ്റെ ആവശ്യമുണ്ട്. എന്തായാലും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു വാൽവ് ഇവിടെ ഉണ്ട്, ഒരെണ്ണം ഞാൻ ഈ ഒരു ബോട്ടിലാണ് എടുക്കാൻ പോവാണ്. അപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ 2 ബോട്ടിൽ വേണം ഒരു എയർ പമ്പ് ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്ത് കുറച്ചിപ്പോൾ ഹാൻഡ് സാനിറ്റൈസർ മിച്ചമുണ്ട്. ഇത് വേറെ ഏതൊരു കുപ്പിയിലോട്ട് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വാൽവ് മാത്രമായിട്ട് ഒന്ന് അഴിച്ചെടുക്കാം. ഇവിടെയായിട്ട് ചെറുതായിട്ട് റൗണ്ടായിട്ട് കാണുന്ന ഒരു ഗ്ലാസിൻ്റെ ഒരു ബോളാണ് കേട്ടോ. ചിലപ്പോൾ പ്ലാസ്റ്റിക് ആയിരിക്കും, ചിലപ്പോൾ ഗ്ലാസ് ആയിരിക്കും. എന്തായാലും ക്ലിയർ ആയിട്ടൊരു ബോൾ ഇവിടെ കിടപ്പുണ്ട്. അതാണ് ഇതിനെ അടച്ചു പിടിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതിനകത്തോട്ട് പ്രസ് ഫിറ്റ് ചെയ്തേക്കുന്നതാണ്. നമുക്കിത് ഊരിയെടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രമേ ആവശ്യമുള്ളൂ. നമുക്ക് ഇവിടെ വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വാൽവ്. അപ്പോൾ നമ്മൾ ഈ ഒരു PVC ആയിരിക്കും നമ്മുടെ പമ്പിൻ്റെ ബോഡി ആയിട്ട് എടുക്കാനായിട്ട് പോകുന്നത്. ഇതിനകത്തായിരിക്കും നമ്മൾ പമ്പ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 2 എൻഡ് ക്യാപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. 2 എൻഡ് ക്യാപ്പ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി ഈ ഒരു എൻഡ് ക്യാപ്പിന് ചെറിയൊരു ഹോൾ ഇട്ടിട്ട് നമ്മുടെ 1ാമത്തെ വാൽവിനകത്തോട്ട് ഇറക്കി വെക്കാം. പിന്നെ ഇതിൽ വെക്കാൻ പോകുന്ന 2ാമത്തെ വാൽവ് നമ്മൾ ഈ PVC തന്നെ ഈ ഒരു സൈഡിലായിട്ട് ഈ ഒരു മാർക്കിങ്ങിൽ ഇവിടെ ആയിട്ടായിരിക്കും നമ്മൾ വെക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒരു ഹോൾ ഇട്ടിട്ട് നമ്മൾ 2ാമത്തെ വാൽവും കൂടെ ഇതിനകത്തോട്ട് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മൾ 2ാമത്തെ വാൽവ് ഇങ്ങനെ നേരെ പുറത്തു നിന്നല്ല വെക്കുന്നത്, പകരം ഈ നമ്മൾ അകത്തു നിന്നായിരിക്കും വെക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇച്ചിരി പാടായിരിക്കും. എന്തായാലും നമുക്കിത് അകത്തു നിന്ന് പുറത്തോട്ട് കയറ്റിയിടണം. ഇങ്ങനെ പുറത്തോട്ട് ചാടി നിൽക്കണം. ഓക്കെ, കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും ഒരു ഇതിൽ നമ്മൾ ഇതിനകത്തുനിന്ന് ഈ വാൽവ് അകത്തുനിന്ന് പുറത്തോട്ട് ഇട്ടൊന്ന് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 വാൽവും ഓക്കെ ആയി. ഇനി നമുക്ക് ഇത് 2 നന്നായിട്ടൊന്ന് പശ വെച്ച് നന്നായിട്ടൊന്ന് ഒട്ടിക്കാം, ഒട്ടും ചാടിപ്പോകാത്ത രീതിയിൽ. ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ പമ്പിൻ്റെ ഒരു പ്ലഞ്ചറാണ്. നമുക്കിങ്ങനെ പമ്പ് ചെയ്യാനുള്ള ആ ഒരു ഷാഫ്റ്റാണ് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഇതിപ്പോൾ വലിയ ബലമൊന്നും വരാത്ത പമ്പായതുകൊണ്ട് നമുക്ക് ഈവൻ വേണമെങ്കിൽ ഒരു പെൻസിൽ വേണമെങ്കിൽ നമുക്ക് അത് അങ്ങനെ ഒരു ഷാഫ്റ്റായിട്ട് മാറ്റിയെടുക്കാം. പക്ഷേ എന്തായാലും നമ്മുടെ കയ്യിൽ ഇവിടെ ഒരു ഇരുമ്പിൻ്റെ നല്ലൊരു പീസുണ്ട്, ഒരു കുഴലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മൾ ഇതിൻ്റെ പ്ലഞ്ചറാക്കി മാറ്റാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വെക്കുന്ന ഈ ഒരു എൻഡ് ക്യാപ്പിലും ചെറിയൊരു ഹോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഇരുമ്പിൻ്റെ പീസ് കറക്റ്റായിട്ട് കയറി പോകുന്ന രീതിയിലൊരു ചെറിയൊരു ഹോൾ. ഓക്കെ,
അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഇരുമ്പിൻ്റെ ഷാഫ്റ്റിനറ്റ് നമുക്കൊരു റബ്ബറിൻ്റെ ഒരു പീസ് വേണം. നമ്മുടെ സിറിഞ്ചിനകത്തൊക്കെയുള്ള ബ്ലാക്ക് റബ്ബറിൻ്റെ സാധനം പോലെ നമ്മുടെ ഈ ഒരു പമ്പിൻ്റെ കേസിനകത്തൂടെ നല്ല ടൈറ്റ് ആയിട്ടാണ് ഈ ഷാഫ്റ്റ് പോകേണ്ടത്, എയർ അങ്ങനെ തള്ളി പമ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ഒരു എന്തെങ്കിലും ഒരു റബ്ബറിൻ്റെ ഒരു പീസ് പോലെ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് നമുക്ക് കുറച്ച് ഗ്ലൂ ഗൺ തന്നെ യൂസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ യൂസ് ചെയ്യുന്ന PVCയുടെ അതേ സൈസിലുള്ള വേറൊരു പീസ് PVC എടുക്കാം. ഓക്കെ, രണ്ട് സെയിം PVC ആണ്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മുടെ ഗ്ലൂ ഗണ്ണിൻ്റെ ഗ്ലൂ നിറയ്ക്കാൻ പോകണം കേട്ടോ. ഫുള്ളായിട്ട് നിറയ്ക്കണ്ട, നമുക്ക് ആവശ്യത്തിന് മാത്രം നിറച്ചാൽ മതി ആദ്യമേ. അപ്പോൾ നമ്മുടെ ഗ്ലൂ ഗണ്ണിൻ്റെ ഗ്ലൂ ഇതിൽ ഒട്ടാണ്ടിരിക്കാനായിട്ട് നമുക്ക് അതിന് കുറച്ച് ഹാൻഡ് സാനിറ്റൈസർ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, വേണം നമുക്ക് ഇതിനകത്തും കൂടെ കുറച്ച് ഹാൻഡ് സാനിറ്റൈസർ തേച്ചേക്കാം, അവിടെ ഒട്ടണ്ട. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഭാഗം നമ്മൾ കുറച്ച് ഗ്ലൂ നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഷാഫ്റ്റ് എടുത്ത് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെക്കാം. ഏറെക്കുറെ കറക്റ്റ് സെൻറ്ററിലാക്കി ഇറക്കി വെക്കണം. ഇനി നമുക്ക് ബാക്കിയും കൂടെ ഗ്ലൂ വെച്ച് ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളങ്ങനെ നമ്മുടെ പമ്പിന് വേണ്ടിയിട്ടുള്ള ഷാഫ്റ്റിൻ്റെ ഇവിടെ നല്ല ഗ്ലൂ ഗണ്ണൊക്കെ വെച്ച് ഒരു നല്ല രീതിയിലൊരു വാഷർ പോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, എയർ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് തള്ളാനുള്ള ആ ഒരു സംഗതി. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഒരു PVCക്കകത്തൂടെ നല്ല സ്മൂത്തായിട്ട് മൂവ് ചെയ്യണം. ഒന്നെങ്കിൽ നമുക്ക് കുറച്ച് ഗ്രീസ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സാധാരണ കുറച്ച് വാസലിനാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. നമുക്ക് കുറച്ച് വാസലിൻ ഇതേ കൂടെ നന്നായിട്ടൊന്ന് തേച്ച് വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കുറച്ച് വാസലിൻ തേച്ച് വെച്ചാൽ ഇതുണ്ടല്ലേ നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ടോ. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് നല്ല സ്മൂത്തായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് ഇതായത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഈ ഒരു വാലിലുള്ള ഇതിൻ്റെ ടിപ്പ് എൻഡ് ക്യാപ്പും കൂടെ വെച്ച് നന്നായിട്ട് അങ്ങ് അടയ്ക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ ഈ ഷാഫ്റ്റ് കയറ്റിയിടാനായിട്ട് ഇതിൻ്റെ ബാക്കിൽ ഒരു എൻഡ് ക്യാപ്പിൽ ഹോൾ ഉണ്ടാക്കി എടുത്തിരുന്നു. ഓക്കെ, അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിലോട്ട് കയറ്റിയിടാം. അപ്പോൾ ഇത്രയും ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ പമ്പ് ഇവിടെ ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷാഫ്റ്റിലൊരു ചെറിയൊരു പിടിയും കൂടെ ഇട്ടാൽ നമുക്ക് സ്മൂത്തായിട്ട് നല്ലതായിട്ട് പിടിച്ച് പമ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഹാൻഡ് സാനിറ്റൈസറിൻ്റെ പാർട്സ് വെച്ച് ഒരു പമ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാണല്ലോ. അപ്പോൾ ഇതിൽ ഞാനിവിടെ ചെറിയൊരു പിടിയും കൂടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു മാർക്കറിൻ്റെ ബോഡിയാണ് കേട്ടോ, ചെറിയൊരു ഹോൾ ഇട്ടിട്ട് ഇതിലോട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് പിടിക്കാനും കൂടെ ചെറിയൊരു ഗ്രിപ്പും കൂടെ കിട്ടും, അതിനായിട്ടാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു പ്രൊജക്റ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.